ഫെബ്രുവരി 8 ഡോക്ടർ സക്കീർ ഹുസൈൻ ജന്മദിനം. ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപരാഷ്ട്രപതി, മൂന്നാമത്തെ രാഷ്ട്രപതി, ഔദ്യോഗിക പദവിയിലിരിക്കെ അന്തരിച്ച രാഷ്ട്രപതി, ഏറ്റവും കുറഞ്ഞ കാലം രാഷ്ട്രപതിയായിരുന്ന വ്യക്തി, രാഷ്ട്രപതിയാകുന്ന ആദ്യ മുസ്ലിം ആയ വ്യക്തി എന്നിങ്ങനെ ഒട്ടേറെ സവിശേഷതകളും വിശേഷണങ്ങളുമുള്ള വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. 1897 ഫെബ്രുവരി 8 ഹൈദരാബാദിൽ ജനിച്ച അദ്ദേഹം ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ബെർലിൻ സർവകലാശാലയിൽ നിന്ന് PhD നേടി. ഡൽഹി ജാമിയ മില്ലിയ സർവകലാശാല സ്ഥാപിക്കുന്നതിലും അതിനെ വളർത്തുന്നതിലും നിർണായക പങ്കുവഹിച്ചു. 22 വർഷക്കാലം അതിൻ്റെ വൈസ് ചാൻസലറായിരുന്നു. 1957 രാജ്യസഭാംഗവും 1962 ഉപരാഷ്ട്രപതിയും 1967 രാഷ്ട്രപതിയുമായി. രാഷ്ട്രപതിയായി ഔദ്യോഗിക പദവിയിലിരിക്കെ 1967 മെയ് 3 അന്തരിച്ചു. KM മുൻഷി ചരമദിനം. സ്വാതന്ത്ര്യ സമര സേനാനി, ഭരണഘടനാ നിർമ്മാണ സമിതി അംഗം, ഭാരതീയ വിദ്യാഭവൻ്റെ സ്ഥാപകൻ, രാഷ്ട്രതന്ത്രജ്ഞൻ, എഴുത്തുകാരൻ തുടങ്ങിയ നിലകളിൽ ശ്രദ്ധേയനായ കന്യാലാൽ മനേക്ലാൽ മുൻഷി എന്ന KM മുൻഷി 1971 ഫെബ്രുവരി 8 അന്തരിച്ചു. 1887 ഡിസംബർ 30 ഗുജറാത്തിലെ ബറൂച്ചിലാണ് അദ്ദേഹം ജനിച്ചത്. അഭിഭാഷകനും കോൺഗ്രസ് പ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന അദ്ദേഹം ഗാന്ധിജിയുടെ അനുഗ്രഹത്തോടെ 1938 ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചു. ഭാരതീയ സംസ്കാരവും ആധുനിക വിദ്യാഭ്യാസവും സമന്വയിപ്പിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇന്ന് ഇന്ത്യയിലെമ്പാടും വിദേശത്തും അനവധി ശാഖകളുള്ള വലിയ പ്രസ്ഥാനമാണിത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന അദ്ദേഹം കേന്ദ്രമന്ത്രി, ഉത്തർപ്രദേശ് ഗവർണർ എന്നീ നിലയിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ജൂലൈ 1 മുതൽ 7 വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വനമഹോത്സവ പരിപാടിക്ക് തുടക്കം കുറിച്ചത് 1950 KM മുൻഷി കേന്ദ്ര കൃഷി ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ്. ഗുജറാത്തി സാഹിത്യത്തിലെ അതികായന്മാരിൽ ഒരാൾ കൂടിയാണ് KM മുൻഷി. ജോൺ റസ്കിൻ ചരമദിനം. വിക്ടോറിയൻ കാലഘട്ടത്തിലെ പ്രമുഖ ഇംഗ്ലീഷ് എഴുത്തുകാരനും കലാകാരനും കലാനിരൂപകനും സാമൂഹിക പരിഷ്കർത്താവുമായ ജോൺ റസ്കിൻ 1900 ജനുവരി 20 അന്തരിച്ചു. 1819 ഫെബ്രുവരി 8 ലണ്ടനിലെ ഹണ്ടർ സ്ട്രീറ്റിൽ അദ്ദേഹം ജനിച്ചു. ചിത്രകല, വാസ്തുവിദ്യ, സാമ്പത്തിക ശാസ്ത്രം എന്നീ മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ ലോകപ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ ആധുനിക ചിത്രങ്ങളെക്കുറിച്ചുള്ള 5 ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന മോഡേൺ പെയിൻറ്റേഴ്സ് എന്ന ഗ്രന്ഥവും വാസ്തുവിദ്യയിൽ പാലിക്കേണ്ട 7 തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദ 7 ലാംപ്സ് ഓഫ് ആർക്കിടെക്ചർ എന്ന ഗ്രന്ഥവും വളരെ പ്രസിദ്ധമായി. അദ്ദേഹം രചിച്ച അൺടു ദിസ് ലാസ്റ്റ് എന്ന കൃതിയാണ് മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഈ പുസ്തകത്തിൽ നിന്നാണ് ഗാന്ധിജി സർവോദയം, എല്ലാവരുടെയും ക്ഷേമം എന്ന ആശയം രൂപപ്പെടുത്തിയത്. ശാരീരിക അധ്വാനത്തിന് പ്രാധാന്യം നൽകുന്ന ജീവിതശൈലി ഗാന്ധിജി സ്വീകരിച്ചത് റസ്കിൻ്റെ വായനയിലൂടെയാണ്.